നക്ഷത്രമണ്ഡലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ 2024 പുതുവർഷ പുലരിയിൽ മലബാർ വിഷൻ്റെ ഒരു വർഷത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ആദ്യമായി വിലയിരുത്തേണ്ടത്. ഈ ഒരു വർഷ ഫലചിന്തയിൽ 27 നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ നാടിനും വരുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഏകദേശ ചുരുക്കത്തിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഏകദേശ ചുരുക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിക്ക് വരുന്ന ഒരു ചില മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ വരുന്ന ഒരുതരം വിഷമഘട്ടങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായി ഉൾക്കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ പ്രകൃതി കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ നക്ഷത്രഫലങ്ങളിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഈ മേടക്കൂറിൽ വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക തന്നെയാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം മെയ് മാസം വരയ്ക്കും ഈ നടക്കുന്ന അതേപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുക. എങ്കിലും ഇതിൽ വ്യാഴമാറ്റം തന്നെയാണ് പ്രധാനമായി ഉൾക്കൊണ്ട് പറയുന്നത്. അപ്പോൾ അതുവരയ്ക്കും സമ്മിശ്രമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരങ്ങളും എന്നാൽ ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാണാം. എന്നാൽ ഇതിനെ തരണം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളും ചെറിയ ചെറിയ തർക്കവാക്കുകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവുന്ന സ്ഥിതിയും സ്വന്തം ഭവനം മാറുകയോ അല്ലെങ്കിൽ പുതിയൊരു ഭവനത്തിലേക്ക് ഇരിക്കാനുള്ള ചിന്തകൾ അല്ലെങ്കിൽ പുതിയൊരു ഭവനം കെട്ടിപ്പടുക്കാനുള്ള ആലോചനകളെങ്കിലും വരാനുള്ള അവസരങ്ങളും കാണുന്ന ഒരു സമയം തന്നെയാണ്. എന്നാൽ ഇങ്ങനെ ചിന്തകൾ കൊണ്ട് വരുന്ന അവസരങ്ങളിൽ ഇവർക്ക് മെയ് മാസത്തിന് ശേഷം ഈ കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ പുരോഗതി വരികയും അതുപോലെ തന്നെ ഭവനകാര്യങ്ങളിൽ മാത്രമല്ലാതെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇവരെ ഒരു പരിധിവരെ ഉയർത്തിക്കൊണ്ട് പോകുന്ന അവസരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇതിൽ വിദ്യാർത്ഥികളാണെങ്കിലും പറയത്തക്ക ദോഷങ്ങളില്ലാതെ മെയ് മാസം തൊട്ട് ഒരുപാട് സമാധാനം കിട്ടുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ മെയ് മാസം വരയ്ക്കുമെന്ന് ചോദിക്കുമ്പോൾ ചെറിയ ചില വിഷമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇഷ്ടക്കുറവോടെ വരുന്ന കർമ്മങ്ങളും അല്ലെങ്കിൽ ജോലികളും അതിനോടനുബന്ധിച്ച് വരുന്ന മാനസിക പ്രയാസങ്ങളും ഒക്കെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ഭവനത്തിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ പ്രയാസങ്ങളും മാനസിക വിഷമങ്ങളും കലഹങ്ങളൊക്കെ സമ്മിശ്രമായി തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് മെയ് മാസത്തിന് ശേഷം വരുന്ന ചില ചിന്തകളിൽ മെയ് തൊട്ട് പിന്നീട് ഡിസംബർ വരയ്ക്കും വരുന്ന കാലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഉദ്ദേശ പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റങ്ങളും അതുപോലെ തന്നെ സമാധാന ജീവിതങ്ങളും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാ വിജയങ്ങളും അതുപോലെ തന്നെ കർമ്മരംഗം അല്ലെങ്കിൽ വ്യാപാരികൾ ഇവർക്കൊക്കെ വിശേഷാൽ കാര്യസാധ്യങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിയും ഒക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത്. അതുപോലെ തന്നെ വാഹന കാര്യങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫലങ്ങളൊക്കെ നടക്കേണ്ടത് തന്നെയാണ് മെയ് മാസം തൊട്ട്. അപ്പോൾ മെയ് മാസം വരയ്ക്കും ഇങ്ങനെ സമ്മിശ്ര സങ്കടങ്ങൾ തന്നെയാണുള്ള കാണുക. അപ്പോൾ അതിന് ശേഷം വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് സമ്മിശ്രമായി തന്നെയാണ് കാണുന്നത്. എങ്കിലും ഒരുപാട് നേട്ടങ്ങളുമുണ്ട്. അപ്പോൾ ഈ കാലയളവുകളുടെ അതായത് ദോഷവശങ്ങൾ കാണുന്ന കാലയളവുകളുടെ പൊതുവെ ഈ മേടൻ രാശിക്കാർക്ക് ഇതിന്ന് മോചനം തേടാനായിക്കൊണ്ട് ക്ഷേത്ര വഴിപാടുകളുടെ കാര്യങ്ങളാണ് പ്രധാനമായി കാണേണ്ടത്. അപ്പോൾ തത്സമയം നമുക്കൊരു ദോഷങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ദോഷങ്ങളിൽ നിന്നൊരു മുക്തി കിട്ടാനും അതുപോലെ തന്നെ ദേഹദോഷങ്ങളിൽ നിന്നൊരു മാറ്റങ്ങൾ കിട്ടാനും ഒക്കെ അടുത്തുള്ള അല്ലെങ്കിൽ തട്ടകത്തിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ വഴിപാടും അതുപോലെ തന്നെ ഇവർക്ക് ഈ മെയ് മാസം വരയ്ക്കും കഷ്ടങ്ങൾ കാണുന്നത് വ്യാഴത്തിനെ കൊണ്ടാണ്. അപ്പോൾ വ്യാഴം എന്നുദ്ദേശിക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെയാണ് കാണുന്നത്. പ്രധാനമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് വഴിപാടുകൾ കഴിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനത്തോടുകൂടെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക. അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്രത്തിലെ ദേഹപുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് തന്നെ ഭഗവതി സേവ വഴിപാടുകൾ നടത്തുക. അപ്പോൾ ഈ വരുന്ന ദോഷങ്ങൾക്കും അതിന് ശേഷം വരുന്ന ഗുണങ്ങൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന പറയാം. അങ്ങനെ വരുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ തന്നെയാണ്. എന്നാൽ കോട്ടങ്ങൾ വരുന്നതിനെ പരിഹരിക്കാനായിട്ടാണ് ക്ഷേത്ര വഴിപാടുകൾ. അതുപോലെ തന്നെ ചെറിയ ചില തർക്കദോഷങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ
കുടുംബ ബന്ധങ്ങളും ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ ഈ ദേവീ ക്ഷേത്രത്തിൽ തന്നെ മുട്ടറക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ശത്രു മുട്ടും, ദേഹം മുട്ടും, അതുപോലെ തന്നെ കർമ്മരംഗത്തുള്ളവരാണെങ്കിൽ കർമ്മം മുട്ടും, വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യ മുട്ടും തീർത്തുകൊണ്ട് പരിഹാരം കാണുകയാണെങ്കിൽ തീർച്ചയായിരിക്കും ഇവർക്ക് മനോവിഷമങ്ങളില്ലാതെ ജീവിച്ചു പോകാൻ കഴിയുന്ന സ്ഥിതികളായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് തന്നെ ചെറിയ ചില ദേഹദോഷങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനത്തിലെ അതുപോലെ തന്നെ കടാവിളക്കും ധാര വഴിപാടും കഴിച്ചു കൊണ്ടും ഈ ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും മേടം രാശിക്കാർക്ക് 2024 പുതുവർഷത്തിലെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. മാത്രമല്ല ഏതൊരവസരങ്ങളിലും അത് ചെറുത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ സമാധാനപൂർവ്വം മനസാന്നിധ്യത്തോടു കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതും അതിനെ ദേവീ ദേവമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ഇവർക്ക് വളരെ നല്ലൊരു അവസരം തന്നെയാണ് കാണേണ്ടത്. എടവക്കൂറിൽ കാർത്തിക മുക്കാഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന എടവക്കൂറുകാർക്ക് താരതമ്യേന ഒരു ചില നേട്ടങ്ങളുണ്ടാവാം. എന്നാൽ ഈ നക്ഷത്രക്കാർക്കും വ്യാഴം അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് 12ലാണ്. അതുപോലെ തന്നെ ശനി ദോഷകാരകനായിട്ടാണ്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നതും ഒരു പരിധിവരെ വ്യാഴത്തിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടാത്ത സ്ഥിതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ പ്രധാന ഗ്രഹമാവുന്ന ശനിയെ കൊണ്ട് ദോഷങ്ങൾ തന്നെയാണ്. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ഒരു ചില നേട്ടങ്ങളുണ്ട് താൻ. അപ്പോൾ ഇതുകൊണ്ട് ഏറ്റവും നേട്ടങ്ങളും കോട്ടങ്ങളും എന്നുള്ളത് വിലയിരുത്തേണ്ടത് 12ലെ വ്യാഴം ഇത് ഇപ്പോൾ തന്നെ ഈ ഇടവൻ രാശിയുള്ള നക്ഷത്രക്കാർക്ക് ദേഹ അസ്വസ്ഥതകളും അറിയാതെ വരുന്ന മനോവിഷമങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആപത്തുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടാണ് കാണേണ്ടത്. ഇതിൻ്റെ കാരണങ്ങളാണ് വ്യാഴം ശനി 2 ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങൾ ഈ ഇടവൻ രാശിയുടെ ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ്റെ ഈ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ മാറി വരുന്ന ഓരോ അവസരങ്ങളിലും ശുക്രനെ കൊണ്ട് ചെറിയ ചില ഗുണങ്ങളും ദോഷങ്ങളും മാറി വരുന്ന അവസരങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശുക്രൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മുഖക്കാപ്പ് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിലെ നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് ഒരു പരിധിവരെ സമാധാനം കിട്ടും. പിന്നീട് ഇവർക്ക് ഏറ്റവും പ്രയാസം വരുത്തുന്ന ഗ്രഹം ശനിയാണ്. അതുകൊണ്ട് തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ അതായത് ശനീശ്വര ക്ഷേത്രത്തിൽ എള്ളിത്തിരി കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ അപ്പം അട വഴിപാട് കഴിച്ചുകൊണ്ടും ശാസ്താവിന് നീരാഞ്ജനാണ് ഉദ്ദേശിക്കുന്നത്. നീരാഞ്ജന വഴിപാട് കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ധാരയും കടാവിളക്കും സമർപ്പിക്കുമ്പോഴും പിന്നീട് ഇവർക്ക് ഏറ്റവും ദോഷകാരകനായി വരുന്നത് വ്യാഴം തന്നെയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കും സമർപ്പിച്ചുകൊണ്ട് ഈ 3 ക്ഷേത്രങ്ങളിലും ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പരിധിവരെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഇടവൻ രാശിക്കാരുടെ ബലചിന്തയിലെ ഒരു വർഷക്കാലം വിലയിരുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു വർഷക്കാലത്ത് തന്നെ ഇവർക്ക് ദേഹദോഷങ്ങളൊക്കെ സംഭവിക്കാം. പ്രത്യേകിച്ച് നീർദോഷങ്ങളായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ വീഴ്ചകളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മിഥുനം രാശി അല്ലെങ്കിൽ മിഥുനക്കൂറിൽ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർത്തത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന മകീര നക്ഷത്രക്കാർക്ക് ഒരു വർഷഫലങ്ങളിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇവർക്ക് നേതൃത്വ സ്ഥാനത്തേക്കൊക്കെ വരാൻ കഴിയുന്ന അവസരങ്ങളും ഇതുവരെ അതായത് പ്രത്യേകിച്ച് 2024 ഇവരെ സംബന്ധിച്ച് സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്നതും കടങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മോചനമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതും കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് എടുത്തു കാണേണ്ടത്. എന്നാൽ മാസഫലങ്ങളിൽ ഇതിന് ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. എങ്കിലും ഒരാണ്ട് ഫലങ്ങളിൽ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ചെറിയ ചില നേട്ടങ്ങൾ ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ
ഇവർ പ്രത്യേകിച്ച് നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ അത് വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ വിചാരിച്ച പോലെ തന്നെ ഒരു പ്രമോഷൻ കിട്ടിക്കൊണ്ടും സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. വിദ്യാർത്ഥികളാണെങ്കിൽ വൻ വിജയത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. തൊഴിൽ അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവർക്ക്, വ്യാപാരികൾക്കൊക്കെ അഭിവൃദ്ധി കൊണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ്. എന്നാൽ ഇതിൽ ഒരു ചില മാറ്റങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ സംഭവിച്ചിരിക്കാം എന്നാണ് പറയുന്നത്. ഇത് പ്രത്യക്ഷത്തിലെ ചില പ്രകൃതി ദോഷങ്ങളും ഒരു ചില കാരണങ്ങളൊക്കെ ആയിക്കൊണ്ട് തന്നെ ചെറിയ ചില ദുരിതങ്ങളോ സങ്കടങ്ങളോ വന്നിരിക്കാം എന്നാണ് കാണേണ്ടത്. എങ്കിലും ഇതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്ക്, അതായത് മകീരം, തിരുവാതിര, പുണർദത്തിന് മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന നക്ഷത്ര വിഭാഗങ്ങൾക്ക് പതിവിലും അധികം സമാധാന സന്തോഷം കിട്ടുന്ന ഒരു വർഷമായിട്ട് തന്നെയാണ് 2024 കാണേണ്ടത്. എങ്കിലും ഇവർക്ക് ഈ തടസ്സ ദോഷത്തിനും അതുപോലെ തന്നെ നേട്ടങ്ങൾക്കുമായിക്കൊണ്ട് ഇവരുടെ കൂറധിപനായി വരുന്ന ബുധന് അല്ലെങ്കിൽ വിഷ്ണുവിന്, ബുധൻ എന്ന് കാണുന്ന ഗ്രഹത്തിനായിക്കൊണ്ടുള്ളത് നരസിംഹഭാവത്തുള്ള വിഷ്ണു ക്ഷേത്രമാണ്. നരസിംഹഭാവത്തുള്ള ക്ഷേത്രത്തിലെ പാനകം വഴിപാട് ശത്രുദോഷത്തിനായിക്കൊണ്ടും അതുപോലെ തന്നെ ദേവന് ഒരു നിവേദ്യം പാൽപ്പായസവും അതുപോലെ തന്നെ തുളസിമാലയും നെയ്വിളക്കും കഴിച്ചുകൊണ്ട് ദേഹപുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക ഒരു പരിധിവരെ വിജയിക്കാവുന്ന അവസരം തന്നെയാണ് കാണേണ്ടത്. ഇത് എല്ലാ മാസത്തിലും ജന്മനാളിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജന്മനാളിൽ വരുമ്പോൾ അതിനാണ് ഈ വഴിപാടുകൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇവർക്ക് ഈ വർഷക്കാലം സന്തോഷവും സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർക്കിടകൂറിൽ പുണർത്തത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം വരുന്ന രണ്ടേക്കാൽ ഭാഗം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് 2024 ഇവർക്ക് ചെയ്യുന്ന തൊഴിൽ കൂടാതെ തന്നെ ഒരു ഉപതൊഴിൽ ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളും അതുപോലെ തന്നെ കുടുംബ സമാധാനം കിട്ടുന്ന അവസരങ്ങളും ശത്രുക്കളിൽ നിന്ന് മോചനം കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് എടുത്തു പറയേണ്ട അവസരങ്ങൾ. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദേഹദോഷങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ മുക്തി നേടിക്കൊണ്ട് സന്തോഷപൂർവ്വം പോകാൻ കഴിയും. വിദ്യാർത്ഥികളാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് 2024 ഒരു പരിധിവരെ വിജയത്തിലാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും പറയത്തക്ക ദോഷങ്ങളില്ല. എങ്കിലും ജോലി സംബന്ധിച്ച് ചെറിയ ചില മാനഹാനികളോ തർക്കങ്ങളോ തടസ്സങ്ങളൊക്കെ സംഭവിക്കാമെന്നും കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2024 ആഗസ്റ്റ് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസങ്ങളിലും ഒരു ചില ദുരിതദോഷങ്ങളോടുകൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ തീർച്ചയായിട്ടും നാഗക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുകയും നാഗക്ഷേത്രത്തിലെ നാഗപൂജ ചെയ്യുകയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാരയും കെടാവിളക്കും അതുപോലെ തന്നെ കൂവളമാലയും നിവേദ്യവും സമർപ്പിച്ചുകൊണ്ട് ദേഹപുഷ്പാഞ്ജലിയും കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും ഈ സങ്കടദോഷത്തു നിന്നൊക്കെ ഒരു പരിധിവരെ മാറ്റങ്ങളുണ്ടാവാം, സന്തോഷപൂർവ്വം മുന്നോട്ട് പോകും. എങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഇതുപോലെയുള്ള വഴിപാട് കൊണ്ട് തന്നെ ഒരു പരിധിവരെ ഉദ്ദേശ പോലെ ബലം ചെയ്യും. അതുപോലെ തന്നെ സ്വകാര്യ ജോലികൾ അല്ലെങ്കിൽ സ്വകാര്യമായി ചെയ്യുന്ന ജോലികൾ അവരവരുടെ നക്ഷത്രങ്ങളുടെ കൂറ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദശാകാല അടിസ്ഥാനത്തിൽ കൂറി നിൽക്കുന്ന ദശാകാലം നടപ്പ് ദശാകാലങ്ങളുടെ ദോഷ അടിസ്ഥാനത്തിൽ കൂടി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് വിജയത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ചില സങ്കടങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ കേസ് വഴക്കുകൾ ഉൾപ്പെട്ടുകൊണ്ടും ചില സങ്കടങ്ങളൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ട് വിജയത്തോടു കൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതും നിയമ വഴികൾ അവർക്ക് അനുകൂലമായി വരുന്ന അവസരങ്ങളും ഇത് ഏകദേശം മെയ് മാസത്തിന് ശേഷം ചില സമാധാനം കിട്ടുന്ന സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഉദ്ദേശ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന അവസരങ്ങളും അതുപോലെ തന്നെ തർക്കത്തിൽ കിടന്ന കാര്യങ്ങൾ വിജയിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്ന അവസരങ്ങൾക്കായിട്ട് ചില വാക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരെ വഞ്ചിക്കപ്പെടുമെന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ഇവരുടെ ആ സമയങ്ങളിലെ ഓരോ നക്ഷത്രക്കാരുടെയും
ദശാകാലങ്ങളും അതുപോലെ തന്നെ അപകാരദോഷങ്ങളൊക്കെ ശരിക്കും കണ്ടുകൊണ്ട് അതിനും ഒരു പരിഹാരത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതായത് ഈ രണ്ടേക്കാ ഭാഗത്തിൽ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് പൂര നക്ഷത്രമാണ്. അങ്ങനെ വരുന്നതിൽ പുണർതം നക്ഷത്രക്കാരെ അപേക്ഷിച്ചിട്ടും അതുപോലെ തന്നെ പൂര നക്ഷത്രക്കാർ മകം പൂരം ഉത്രം ഇങ്ങനെ രണ്ടേക്കാ ഭാഗം വരും. അപ്പോൾ ഇതിൽ ഏറ്റവും പൂർണ്ണമായിട്ടുള്ളത് പൂരം നക്ഷത്രമാണ്. അപ്പോൾ മകത്തിനെ സംബന്ധിച്ചിട്ടോ അതുപോലെ തന്നെ ഉത്രം കാൽ ഭാഗമേ ഉള്ളൂ, അവരെ സംബന്ധിച്ചിട്ടോ ഏറ്റവും തർക്കദോഷങ്ങൾ വരുന്നത് പൂരം നക്ഷത്രക്കാർക്ക്. എങ്കിലും കൂറ് അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരാണ് വരിക ചിങ്ങക്കൂറിൽ. അപ്പോൾ ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് വഞ്ചിക്കപ്പെടുകയോ അല്ലെങ്കിൽ നേതൃത്വത്തിലെ ചില തർക്കദോഷങ്ങൾ വരികയോ ഒക്കെ സംഭവിക്കാമെന്ന് പറയാം. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസരങ്ങളും താൽക്കാലികമായ ഭവനത്തിൽ കഴിയാനോ അല്ലെങ്കിൽ മറ്റൊരു ഭവനത്തിൽ കഴിയാനോ ഒക്കെ സാധിക്കുന്ന സ്ഥിതിയിലാണ് കാണുന്നത്. ഒരു പരിധിവരെ മനപ്രയാസങ്ങളിലാണ് കാണേണ്ടത്. ഇതിൽ ഏറ്റവും ദുരിതപ്പെടേണ്ടത് പൂര നക്ഷത്രക്കാർ തന്നെയാണ്. അതാണ് എടുത്തു പറയുന്നത്. എങ്കിലും ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരെ അവരവരുടേതാവുന്ന ദോഷകാലങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനും ഒരു പരിഹാരം ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനം കിട്ടും എന്നാണ് കാണേണ്ടത്. 2024 സംബന്ധിച്ച് ചിങ്ങക്കൂറിൽ വരുന്ന ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർക്കും സമ്മിശ്ര ഫലങ്ങളായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായി നിൽക്കേണ്ടതും ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനമായി നിൽക്കേണ്ടതും ഒക്കെ ദശാകാലങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴേ വ്യക്തമായി പറയാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും ദോഷവശങ്ങളാണ് കഠിനമായി കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ തന്നെയാണ് പ്രധാനമായി കാണേണ്ടത്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര അത് ഓരോ മാസത്തെയും ജന്മനാളിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൂറ് അടിസ്ഥാനത്തിൽ വരുമ്പോൾ രണ്ടേക്കാ ഭാഗമാണല്ലോ. അപ്പോൾ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരും അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ട് സമാധാനത്തിനായിക്കൊണ്ട് ധാര, അതുപോലെ തന്നെ അലങ്കാരത്തിനായിക്കൊണ്ട് ശിവനെ കൂവളമാല നിവേദ്യം ഭോജനമായിക്കൊണ്ടും കഴിക്കാം. അതുപോലെ തന്നെ ഒരു കടാവിളക്കും സമർപ്പിക്കാം. ഇങ്ങനെ ശിവക്ഷേത്രത്തിൽ തന്നെ പ്രാർത്ഥനയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിക്കാം. തീർച്ചയായിട്ടും ഒരു പരിധിവരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ശനിയാഴ്ച വ്രതത്തോടു കൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വിജയം തന്നെയാണ് കാണേണ്ടത്. പൊതുവെ 2024 ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടാണ് കാണേണ്ടത്. കന്നിക്കൂറിൽ ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്രം അരഭാഗേ ഉള്ളൂ. അങ്ങനെ വരുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു ചെറിയ മാറ്റങ്ങൾ തന്നെയാണ് വേണ്ടത്. ജീവിതത്തിലെ ഒരുപാട് അടുക്കും ചിട്ടകളും വരുന്നതും അതുപോലെ തന്നെ പുതിയ സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സൗഹൃദങ്ങൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്ന അവസരങ്ങളും പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് തൊഴിൽ സങ്കേതങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട അവസരങ്ങളും ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉദ്ദേശപോലെ തന്നെ ചില മാറ്റങ്ങൾ കിട്ടുന്ന അവസരങ്ങളും വിദ്യാർത്ഥികളാണെങ്കിൽ വിജയം തന്നെയാണ് എടുത്തു പറയേണ്ടത് ആയിട്ടാണ് കാണുന്നത്. എങ്കിലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതായത് കന്നിക്കൂറ് നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവാമെന്നാണ് പറയുക. ഈ ചെറിയ ചെറിയ പ്രയാസങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിക്കൊണ്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പൂജ ഇത് എല്ലാ സമയത്തും നടക്കുന്നതല്ല. എങ്കിലും നടക്കുന്ന സമയങ്ങളിൽ ഗുരുതി പൂജ നടത്തിക്കൊണ്ട് ഒരു പരിധിവരെ ശത്രുദോഷത്തെ പരിഹരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് ഇവർ വിഷ്ണു ക്ഷേത്രം തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. വിഷ്ണു ക്ഷേത്രത്തിന് പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കം സമർപ്പിക്കുക. നമ്മുടെ അടുത്തുള്ളത് അധികവും വിഷ്ണു ക്ഷേത്രവും ദേവീ ക്ഷേത്രവും അതുപോലെ തന്നെ ശിവക്ഷേത്രവും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിൽ തൊട്ടടുത്തുള്ളതിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഗുരുതി പൂജ നടത്തുമ്പോൾ ശത്രുദോഷങ്ങൾ നിർമാറ്റങ്ങൾ വരുന്ന പറയും. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ വഴിപാട് നടത്തുമ്പോൾ പാൽപ്പായസവും തുളസിമാല നെയ്വിളക്കം സമർപ്പിക്കുക. ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ദർശനത്തോടു കൂടിയാണ് ദേഹപുഷ്പാഞ്ജലി കഴിക്കേണ്ടത്. അങ്ങനെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഒരു ചില മാറ്റത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും. 2024 സംബന്ധിച്ച് ഇവർക്ക് കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ വളരെ കൃത്യനിഷ്ഠതയോടുകൂടെ നോക്കി ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടാണ് കാണേണ്ടത്.
തുലാക്കൂറ് ചിത്ര അരഭാഗം, ചോതി വിശാഖത്തിൻ്റെ മുക്കാഭാഗം. ഇതാണ് തുലാക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഗം നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ച് പുതിയ ബിസിനസ്സുകൾ അല്ലെങ്കിൽ പുതിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങേണ്ട അവസരങ്ങളും, അതുപോലെ തന്നെ ജോലിക്കാരാണെങ്കിൽ ഒരുപാട് ഉയർച്ചകൾ എത്തിപ്പെടുന്ന അവസരങ്ങളും, വിദ്യാർത്ഥികളാണെങ്കിൽ വിജയിക്കേണ്ട അവസരങ്ങളൊക്കെ തന്നെയാണ് പൊതുവര ചിന്തയിൽ കാണേണ്ടത്. എന്നാൽ ഇതൊക്കെ ചില കുറുക്ക് വഴിയിൽ കൂടെയാണോ നേടേണ്ടത് എന്നാണ് കാണുന്നത്. കുറുക്ക് വഴി എന്ന് ഉദ്ദേശിക്കുന്നത് എളുപ്പവഴി കൂടെയാണ് ഇത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇവർക്ക് പരാജയവും മാനഹാനിയും സംഭവിക്കാമെന്ന് പറയാം. അതുപോലെ തന്നെ അറിയാതെ വരുന്ന ധനനഷ്ടങ്ങളോ ധനച്ചെലവുകളോ സംഭവിക്കാമെന്ന് പറയാം. അത് കൂട്ടുസുഹൃത്തുക്കളിൽ നിന്നാണ് എടുത്തു കാണേണ്ടത്. ഇത് തുലാം രാശിയിൽ പ്രധാനമായിട്ട് ചോതി നക്ഷത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ചോതി നക്ഷത്രം ആണ് പൂർണ്ണമായിട്ടുള്ളത്. ചിത്ര അരഭാഗമാണ്, പിന്നെ വിശാഖത്തിൻ്റെ മുക്കാഭാഗമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടതും ചോതി നക്ഷത്രക്കാർക്ക് തന്നെ. അറിയാതെ വരുന്ന വാക്കോ അല്ലെങ്കിൽ വാക്കുകൊണ്ട് വരുന്ന ശത്രുദോഷങ്ങളോ ഇതുമൂലം ചില മാനഹാനികളോ തർക്കങ്ങളോ സങ്കടങ്ങളൊക്കെ സംഭവിക്കാം എന്നാണ് കാണേണ്ടത്. അങ്ങനെ സംഭവിച്ച ശേഷം പിന്നീട് അത് കുടുംബ കലഹങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഒക്കെ ആവാനും അതുകൊണ്ട് ചെറിയ ചില സങ്കടങ്ങൾ വരാനൊക്കെ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സമാധാന സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാനും ഈ തുലാം രാശിയുടെ അധിപനായി വരുന്ന ശുക്രൻ തന്നെയാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഹനുമാസ്വാമിക്ക് വെറ്റിലമാല അലങ്കാരമായിട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ കുഴച്ചവിൽ നിവേദ്യമായി സമർപ്പിക്കുക. അതുപോലെ തന്നെ നെയ്യ് സമർപ്പിക്കുക. ഇവിടെ ഹനുമാസ്വാമി ക്ഷേത്രത്തിലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ വ്രതത്തോടുകൂടെ ദർശനം നടത്തുകയും സൂക്ഷിച്ചും അതുപോലെ തന്നെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മുക്തി നേടാം. ഇവിടെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യ വിജയിക്കാനായിക്കൊണ്ട് സരസ്വതി പോലുള്ള ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുകയും അതുപോലെ തന്നെ ഈ സരസ്വതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ദേഹ ശത്രുദോഷങ്ങൾക്കായിട്ട് പരിഹാര പൂജകളോ അല്ലെങ്കിൽ മുട്ടുകളോ തീർത്തുകൊണ്ടും പരിഹാരം കാണേണ്ടതാണ്. തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പരിധിവരെ സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. 2024 തുലാരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷിക്കേണ്ട അവസരങ്ങളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ചെറിയ കാരണങ്ങൾ കൊണ്ട് മാനഹാനികളോ സങ്കടങ്ങളോ സംഭവിക്കാം. അത് ഇല്ലാതായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വിജയം തന്നെയാണ് കാണേണ്ടത്. വൃശ്ചികം രാശി അല്ലെങ്കിൽ വൃശ്ചികക്കൂറിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ടം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മെയ് മാസം വരയ്ക്കും ചില സങ്കടങ്ങളുണ്ട്. എന്നാൽ മെയ് മാസം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു ആണ്ട് വരയ്ക്കും പുതിയ സംരംഭങ്ങളോ അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കൾ മൂലം ചെറിയ കൂട്ടു ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ട് വിജയത്തിലെത്തിപ്പെടുന്നതും സ്വന്തമായൊരു തൊഴിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ജോലി ഉള്ളവരാണെങ്കിൽ ജോലി കൂടാതെ കണ്ട് മറ്റൊരു തൊഴിൽ ചെയ്യേണ്ട അവസരങ്ങളൊക്കെ എടുത്ത് പറയേണ്ട സ്ഥിതിയിലാണ് സമയം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ പുതിയ ഭവനങ്ങൾ കെട്ടാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ട് എന്ന് പറയാം. എന്നാൽ ഇവിടെ കേസ് വഴക്കുകളോ അല്ലെങ്കിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട്, അതായത് തർക്കദോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് പോകുമ്പോൾ വഴക്കുകളില്ലാതെ മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ശത്രുദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും വിജയിക്കാവുന്ന സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത്. ഇവർക്ക് വാക്കുകൊണ്ടാണ് ഒരു പരിധി വരെ ശത്രുദോഷം വരേണ്ടത്. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരോടും അതീവ രഹസ്യമായ കാര്യങ്ങളൊന്നും പറയാതെ കണ്ട് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കും. പറയത്തക്ക ദോഷങ്ങളില്ലെങ്കിലും പറയത്തക്ക സമാധാനം വരുത്തേണ്ടതും നമ്മുടെ പ്രവൃത്തി തന്നെയാണെന്ന് പറയും. അപ്പോൾ ഈ 24-നെ സംബന്ധിച്ച് കൂട്ടു ബിസിനസ്സുകൾ ഒക്കെ ചെയ്യുമ്പോൾ ഈ കൂട്ടിൽ നിൽക്കുന്നവരോട് എങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറേണ്ടത് അതേപോലെ തന്നെ പെരുമാറുക. അപ്പോൾ തീർച്ചയായിട്ടും അത് വിജയിക്കുന്ന പറയും. അതുപോലെ തന്നെ ബിസിനസ്സായി ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ നേരത്തെ ഉള്ള ബിസിനസ് അല്ലെങ്കിൽ ജോലി അതിനെ അനുബന്ധിച്ച് ദോഷങ്ങൾ വരുത്താതെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ രണ്ടിലും ചില പ്രശ്നങ്ങൾ വരുന്ന പറയാം. വിദ്യാർത്ഥികളാണെങ്കിൽ അതുപോലെ തന്നെ വിദ്യ ചെയ്തുകൊണ്ടും ഒരു തൊഴിൽ ചെയ്യേണ്ട അവസരങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കും നേട്ടങ്ങളുള്ള സമയമാണ്. പക്ഷേ നേട്ടങ്ങൾ എന്തൊക്കെ തരത്തിലാണ് നേട്ടങ്ങൾ വരുന്നതെന്ന് പങ്കുവയ്ക്കാൻ മുൻകൂട്ടി സുഹൃത്ത് ബന്ധങ്ങളോട് ഒരു രഹസ്യ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ പറയരുത് എന്നാണ് കാണേണ്ടത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും സങ്കടദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ സമാധാനം കിട്ടുന്ന അവസരങ്ങളും ഏറ്റവും പ്രധാനമായിട്ട് നാഗക്ഷേത്രം തന്നെയാണ്. നാഗക്ഷേത്രത്തിൽ നാഗപൂജ, അതുപോലെ തന്നെ ഇവർക്ക് സമാധാന സന്തോഷ ഐശ്വര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ മുരുകൻ സ്വാമിക്ക് അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽപ്പായസം
വഴിപാടും അതുപോലെ തന്നെ വിളക്കും മാലയും സമർപ്പിക്കുമ്പോൾ ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങളും വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. 2024 ഇവർക്ക് ശുഭവർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ധനുരാശി അല്ലെങ്കിൽ ധനുക്കൂർ. ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അല്ലെങ്കിൽ വർഷാരംഭത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് കാണേണ്ടത്. അതായത് സൗഭാഗ്യങ്ങളുടെ കാലങ്ങളായിട്ടാണ് കണ്ടത്. അറിയാതെ വരുന്ന ധനനേട്ടങ്ങളും അറിയാതെ വരുന്ന വ്യാപാര വിജയങ്ങളൊക്കെ എടുത്തു പറയേണ്ടത് ശരിയാണ്. ഇപ്പോൾ വ്യാപാരം ഇവരെ സംബന്ധിച്ച് കൊണ്ട് ചെയ്യുന്നതിലൊക്കെ ചില ഖേദങ്ങളുണ്ടാവും. അത് കേതു 10-ലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചില ഖേദങ്ങളുണ്ടാവും. എന്നാലും 4 രാഹു ആകുമ്പോൾ മനസ്സിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ വരാം. എന്നിരുന്നാലും ഇവർക്ക് ധന അഭിവൃദ്ധിയും ശനിയും വ്യാഴത്തിനെയും സംബന്ധിച്ച് ഈ 2 ഗ്രഹങ്ങളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാമെന്നാണ് പറയുക. ഇവിടെ ഈ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാതെ വരുന്ന ധനനേട്ടങ്ങളോടുകൂടെ അറിയാതെ വരുന്ന സുഹൃത്ത് ബന്ധങ്ങളോടുകൂടി ഈ ധനം വിചാരിച്ച പോലെ ചിലവഴിക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ ചിലവഴിച്ചുകൊണ്ട് വരുന്ന ഈ ധനത്തിൻ്റെ പേരിൽ പിന്നീട് ഒരു കലഹങ്ങൾ വരാമെന്നാണ് പറയാം. അപ്പോൾ അറിയാതെ വരുന്ന ധനങ്ങളായാലും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്ന ധനങ്ങളായാലും ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിൽ ചില സങ്കടങ്ങളും വരുത്താമെന്നാണ് പറയാം. പൊതുവേ ഈ ധനുരാശിയിൽ വരുന്നതിൽ പൂരാടത്തിലാണല്ലോ ഉത്കൃഷ്ടമായി, അതായത് മുഴുവനുള്ളത്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശനി 3-ലാണ്, അതിൽ മുടി ചൂടും എന്നാണ് പറയുക. അപ്പോൾ മുടി ചൂടെന്നൊക്കെ പറഞ്ഞാൽ ആ വിജയിക്കുന്നതാണ് അത് വാക്ക്. എങ്കിലും ഇവർക്ക് ചില മാനഹാനിയോ തർക്കങ്ങളോ തടസ്സങ്ങളൊക്കെ വരാമെന്നാണ് പറയുക. അതുപോലെ തന്നെ അറിയാതെ ശ്രദ്ധാപൂർവമല്ലാതെ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ധനനഷ്ടങ്ങളും ഉണ്ടാകാമെന്നാണ് പറയുക. ധനം വന്നാലും അത് അതുപോലെ തന്നെ ചിലവാകും. അതുകൊണ്ട് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണമെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ മുൻകോപം കൊണ്ട് വരുന്ന തർക്കദോഷങ്ങളും മുൻകോപം കൊണ്ട് വരുന്ന വാക്കുകളും ചില കാര്യങ്ങളിലെ സങ്കടങ്ങൾ വരുത്താമെന്ന് പറയാം. അപ്പോൾ ആലോചിച്ചും കണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മെയ് മാസം വരയ്ക്കും വലിയ ദോഷങ്ങളില്ല. മെയ് മാസം കഴിഞ്ഞ ശേഷം വരുന്ന ഓരോ സമയങ്ങളും ഇവരെ സംബന്ധിച്ച് ദുരിത ദോഷങ്ങളും അതുപോലെ തന്നെ വാഹന അപകടങ്ങളും ഒക്കെ സംഭവിക്കാം എന്നാണ് വിലയിരുത്തേണ്ടത്. എങ്കിലും ഇത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഒരു ദോഷങ്ങളും വരുത്താതെ കണ്ട് കാത്തുകൊള്ളുന്നതിനുള്ള പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങളുണ്ടാവാം. പിന്നീട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം അല്ലെങ്കിൽ ശുക്രൻ ഈ 2 ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തലാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് തന്നെ ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വ്യാഴപ്രീതിക്കായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് കഴിക്കലും അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് ഒരു പടി ധനത്തോടുകൂടെ വിഷ്ണു ദേവൻ്റെ മുന്നിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ദോഷത്തു നിന്നൊക്കെ ഒരു പരിധി വരെ പരിഹാരങ്ങളാവും. പിന്നീട് വരുന്നത് ഇവർക്ക് 4-ൽ വരുന്ന രാഹുവിനെ കൊണ്ടാണ്. കുടുംബസമാധാനത്തിലൂടെ മുന്നോട്ട് പോകാനും നാഗക്ഷേത്രങ്ങളിലെ നാഗപൂജ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ 2 വഴിപാട് കൊണ്ട് 2024 ഇവർക്ക് പൊതുവല ചിന്തയിൽ സമ്മിശ്രമായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ മെയ്ക്ക് ശേഷം വരുന്ന സമയങ്ങൾ തീർച്ചയായിട്ടും ഇവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ ആവശ്യമായിട്ടാണ് കാണേണ്ടത്. അതുവരയ്ക്കും വലിയ ദോഷങ്ങളില്ല. പിന്നീടൊന്ന് ശുക്രനാണ്. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നതിൽ ഹനുമാൻ സ്വാമിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഹനുമാൻ സ്വാമിക്ക് ഒരു മോഹക്കാപ്പും അതുപോലെ തന്നെ ഒരു നെയ്വിളക്കും കുഴച്ചാവിലെ നിവേദ്യമായിട്ടും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഠിന ദോഷങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും. അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക. ചൊവ്വ വെള്ളി വ്രതത്തോടു കൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ദോഷങ്ങളെ അതിജീവിക്കാൻ കഴിയും. അതായത് മെയ് മാസത്തിന് ശേഷം വരുന്ന ദോഷങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ 2024 ഇവരെ സംബന്ധിച്ചും അർദ്ധഭാഗം ഗുണവും അർദ്ധഭാഗം ദോഷവുമാണ്. അപ്പോൾ ദോഷമുള്ള കാലം ദോഷമില്ലാത്ത കാലവും ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് മകരക്കൂറാണ്. മകരക്കൂറിൽ ഉത്രാടത്തിൻ്റെ മുഖഭാഗം അതുപോലെ തന്നെ തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗമാണ്. ഈ 2 ഭാഗം നക്ഷത്രക്കാരിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഉത്രാടത്തിന് 3/4 ഉള്ളൂ, തിരുവോണമാണ് പൂർണ്ണമായിട്ടും, പിന്നെ അവിട്ട അരയുള്ളൂ. എങ്കിലും ഈ 2 ഭാഗം നക്ഷത്രക്കാരെക്കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച്
ഏഴര ശനിയാണല്ലോ, കുംഭത്തിലാണല്ലോ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏഴര ശനിയാണ്, അത് ഒരു ദുരിതം തന്നെയാണ്. അപ്പോൾ ഈ 2024 ശനിക്കൊരു മാറ്റമില്ല, എന്നാൽ വ്യാഴത്തിന് ഒരു മാറ്റമുണ്ട്. ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് മെയ് മാസത്തിന് ശേഷം ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം. അത് അറിയാതെ വരുന്ന, അതായത് തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരങ്ങളും, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൽ ചില വിജയിക്കേണ്ടി വരേണ്ട അവസരങ്ങളും, രാഷ്ട്രീയക്കാരാണെങ്കിൽ വിജയിക്കേണ്ട അവസരങ്ങളൊക്കെ എടുത്തു പറയാവുന്ന ചില സ്ഥിതിയിലാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരം. അപ്പോൾ അതുവരയ്ക്കും മോശങ്ങളാണോ ചോദിച്ചാൽ അതുവരയ്ക്കും മോശങ്ങൾ തന്നെയാണ്. ഈ മോശങ്ങളോടുകൂടി വരുന്നതിൽ ദേഹാസ്വസ്ഥതകളാണ് ഏറ്റവും കാണേണ്ടത്. ദേഹാസ്വസ്ഥതകൾ എന്ന് പറയുമ്പോൾ നീർ ദോഷങ്ങളും അതുപോലെ തന്നെ അസ്ഥിക്ക് ദോഷങ്ങളൊക്കെ തന്നെയാണ് കാണേണ്ടതും. അതുകൊണ്ട് ഈ ദോഷങ്ങൾക്ക് കഠിനമായിട്ട് വരുന്ന സമയങ്ങളിൽ പരിഹാരങ്ങളായി കാണേണ്ടതും ഈശ്വര പ്രാർത്ഥനയോടെ വിഷ്ണു ക്ഷേത്രത്തിനേക്കാൾ പ്രാധാന്യമായി കണ്ടത് ശിവക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഒരു പരിധി വരെ, അതായത് മെയ് മാസം വരയ്ക്കും വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും വഴിപാട് ചെയ്യണം. അപ്പോൾ ശിവക്ഷേത്രത്തിൽ എന്തെന്നാണ്, ശിവക്ഷേത്രം എല്ലാ ശനിയാഴ്ച വ്രതത്തോടുകൂടെ ശിവക്ഷേത്ര ദർശനവും മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാര, അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ കൂവളമാല നിവേദ്യത്തോടു കൂടെ കഴിക്കാം. കടാവിളക്കം ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ശനിയുടെ ദോഷത്തുനിന്ന് ഒരു പരിധിവരെ പരിഹാരമാണ്. പിന്നീട് മെയ് മാസം വരയ്ക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് വ്യാഴമാറ്റമാണ് അതിൽ പ്രധാനമായി കാണുന്നത്. അത് വരയ്ക്കും വിഷ്ണു ക്ഷേത്ര ദർശനവും പാൽപ്പായസവും വിളക്കും മാലയും സമർപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ച വ്രതത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിഷ്ണു ശിവ ക്ഷേത്രങ്ങളിലെ ഈ പ്രാർത്ഥനയും വഴിപാട് നടത്തുമ്പോൾ മകരക്കൂറിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർ, അതായത് ഉത്രാടത്തിൻ്റെ അരഭാഗം തിരുവോണം, ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് 2024 ഒരുപാട് സങ്കടങ്ങളുണ്ടെങ്കിലും അവസാന കാലങ്ങളിൽ സുഖ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. കുംഭക്കൂറിൽ ഇതിൽ തന്നെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, കുംഭരാശിയിൽ. അതിൽ അവിട്ടത്തിൻ്റെ അരഭാഗം, ചതയം, പൂരോട്ടാതി 3/4 ഭാഗം, അങ്ങനെയാണ് 2 ഭാഗം. പക്ഷേ ഇതിൽ പൂരോട്ടാതിയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം പൂരോട്ടാതിക്ക് 2 തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയാം. ഇത് ഈ ഗ്രഹത്തിൻ്റെ ഒരു ദോഷങ്ങൾ കൂടാതെ കണ്ട് മറ്റൊരു ദോഷങ്ങൾ കൂടി എടുത്തു പറയുമ്പോൾ കൈകാലുകൾക്ക് ചതവോ അല്ലെങ്കിൽ ഒടുവോ ഒക്കെ വരാവുന്നതും വീഴ്ചകളോ ക്ഷതങ്ങളോ ഒക്കെ വരാവുന്ന ഒരു സ്ഥിതിയിലും കൂടെ ഇതിനെ കാണേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഓരോ യാത്രാവേളകളിലും അതുപോലെ തന്നെ സഞ്ചാരത്തിലും വാഹനം നിയന്ത്രിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണമെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത് കുംഭരാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരിലും കാണേണ്ടതാണ്. അതുപോലെ തന്നെ മനസ്സിന് സ്വസ്ഥതകളില്ലായും അതുപോലെ തന്നെ ദേഹദോഷങ്ങളൊക്കെ തന്നെയാണ് കാണുക. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ജന്മശനി കൊണ്ടാണ്. പിന്നീട് 2 രാഹുവിനെ കൊണ്ടും ചെറിയ ദോഷങ്ങൾ ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ചെയ്യേണ്ടത് രാഹുവിന് ഒരു വഴിപാടും അതുപോലെ തന്നെ ശനിക്കൊരു വഴിപാടും അതുപോലെ തന്നെ ഇവരുടെ പൂരോട്ടാതി നക്ഷത്രത്തിനും ഒരു പരിധിവരെ മറ്റൊരു ദോഷങ്ങളുണ്ട്. ഇതൊക്കെ ഇനി ഈ ദശാകാലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം. ഒരു ചില ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലൊന്നും സംഭവിക്കാതെയും ഒരു ചില ആൾക്ക് പറഞ്ഞതിനേക്കാൾ ഉപരി സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലൊക്കെ കാണാവുന്നതാണ്. എങ്കിലും ഒരു പരിധിവരെ ചരരാശി പ്രകാരം പറയുമ്പോൾ ഈ 2024 സംബന്ധിച്ച് ഇവർ ചെയ്യേണ്ടത് എല്ലാ ജന്മമാസങ്ങളിലും, അതായത് ജന്മമാസങ്ങളിൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതിലെ പൂരോട്ടാതി മാത്രമല്ലല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന ഈ 2 ഭാഗം നക്ഷത്രക്കാരും ശനി ദോഷ പരിഹാര പൂജാ കർമ്മങ്ങൾ കഴിക്കുക. ഇത് നവഗ്രഹ ക്ഷേത്രത്തിൽ തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ട് കാണേണ്ടത്. നവഗ്രഹ ക്ഷേത്രത്തിൽ ജന്മനാളിൻ്റെ തലേന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ട് ഈ വഴിപാടിനായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഷീട്ടാക്കിക്കൊണ്ട് ഈ വഴിപാട് കഴിക്കുകയും അന്ന് വ്രതശുദ്ധിയോടെ പോയിക്കൊണ്ട് ദേഹ പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ഈ വഴിപാടും കഴിച്ചുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 2 ഭാഗം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2024 ദോഷകാഠിന്യങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മുക്തി നേടിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. പിന്നീട് മീനം കൂർ അല്ലെങ്കിൽ മീനൻ രാശി.
ഇതിൽ പൂരോട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി രേവതി, ഇങ്ങനെയാണ് രണ്ടേക്കാ ഭാഗം. ഇവരെ സംബന്ധിച്ച് 24 രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, 2-ൽ വ്യാഴമുണ്ട്. അപ്പോൾ ഇപ്പോൾ അതായത് വർഷാരംഭം ചില നേട്ടങ്ങളാണ്. വർഷാരംഭത്തിലെ നേട്ടങ്ങൾ തന്നെയാണ് ഇത് നിൽക്കേണ്ടതും. അതുപോലെ തന്നെ വർഷ അർദ്ധഭാഗം, അതായത് പകുതി കഴിഞ്ഞ ശേഷം ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെത്തുമ്പോൾ ഇവരുടെ ഗ്രഹങ്ങളിലെ ഒരു ഗൗരവമായ ഒരു ചില മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മനപ്രയാസങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ വരാമെന്നാണ് പറയും. അങ്ങനെ വരുമ്പോൾ ദേവദോഷങ്ങൾ അതുപോലെ തന്നെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ മീനക്കൂറിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരെ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല വഴിപാട് കഴിക്കുക, അല്ലെങ്കിൽ പാലഭിഷേകം വഴിപാട് കഴിച്ചുകൊണ്ട് ഈ ദോഷത്തിന് പരിഹാരം കാണുക. അതുപോലെ തന്നെ ഈ ദുർഗ ഭഗവതി പോലുള്ള ക്ഷേത്രത്തിൽ, ദുർഗ പോലുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ദേവിക്ക് പായസം, അതുപോലെ തന്നെ മാല, വിളക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ 2 ക്ഷേത്രങ്ങളിലും ഇവരുടെ ദേഹപുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ തടസ്സ ദോഷങ്ങളൊക്കെ സംഭവിക്കാമെന്ന് പറയുക. അതായത് അനാവശ്യമായ വാക്ക് തർക്കങ്ങളോ തടസ്സങ്ങളൊക്കെ സംഭവിക്കാമെന്ന് പറയുക. ഇങ്ങനെ വരുമ്പോൾ ഇവർ അടുത്തുള്ള ഭദ്രകാളിയുള്ള ക്ഷേത്രങ്ങളിലെ ദേഹ, ശത്രു, കർമ്മ മുട്ടുകൾ കൂടി തീർക്കുക. ഈ 3 മുട്ടുകൾ ഈ ദോഷത്തുനിന്ന് ഒരു പരിധി വരെ, എല്ലാ മാസത്തിലും ജന്മനാൾ ചെയ്താൽ മതി, ഒരു പരിധി വരെ സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. 2024 ഇവരെ സംബന്ധിച്ച് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ 2024 ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഭൂപ്രകൃതിക്കും ഒരു ചില മാറ്റങ്ങൾ ഉണ്ടാവാമെന്നാണ് കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഭൂമിക്ക്, അതായത് ഒരു ചില സ്ഥലങ്ങളിൽ ഭൂമിക്ക് നാശങ്ങളോ അല്ലെങ്കിൽ ഭൂമിക്ക് ചില ദോഷങ്ങളൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി കണ്ടത് വായു തന്നെയാണ്, അതായത് അമിതമായ കാറ്റ്. ഇത് നമ്മൾ മുൻപും പല കാര്യങ്ങളിലും വിഷുഫലങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ശരിയായിട്ടുണ്ട്. അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടുകൂടിയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അതിൽ വിലയിരുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷവും പ്രകൃതി മൂലം ഒരു ചില ദോഷങ്ങളാണ് നമ്മുടെ ഭൂമിക്ക് സംഭവിക്കേണ്ടത്. അത് ഏറ്റവും പ്രധാനമായിട്ട് കാറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമി കുലുക്കങ്ങളും വർഷം കൊണ്ടുള്ള ദോഷങ്ങളും അതുപോലെ തന്നെ കാറ്റ് മൂലമുള്ള ദോഷങ്ങളും ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഈ ഭരണരംഗത്തുള്ളവർക്കും ചില പ്രയാസങ്ങളോ ദുരിതങ്ങളോ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും സങ്കടദോഷങ്ങളാവുന്ന ഒരു ചില പകർച്ചവ്യാധികളും അതുപോലെ തന്നെ ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്നാണ് പറയുക. അപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി ഈശ്വര മാർഗം തന്നെയാണ്. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിൽ വരുന്ന ദോഷങ്ങൾക്കും നമ്മുടെ കൂട്ടായ പ്രാർത്ഥന കൊണ്ട് തീർച്ചയായിട്ടും സ്നേഹത്തോടെയുള്ള എല്ലാവരും കൂട്ടായ്മ പ്രാർത്ഥന കൊണ്ട് ഒരു പരിധി വരെ നല്ലതായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്.